ഹായ്, നേഹൂസ് പ്രിറ്റി ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ആണ് സെയിലായിട്ടുള്ളത്. അപ്പം ആദ്യം കാണിക്കുന്നത് കുറച്ച് വാട്ടർ ലില്ലീസ് ആണ്. അപ്പം ഇതൊക്കെയാണ് വാട്ടർ ലില്ലീസിൻ്റെ ഫ്ലവേഴ്സിൻ്റെ കളറ്. ഇതിലും കാണിക്കുന്നതിലും ഡാർക്ക് വയലറ്റ് കളറാണ് വാട്ടർ ലില്ലിയുടെ ഫ്ലവറിനുള്ളത്. ഈ വീഡിയോയിൽ ഇച്ചിരി ലൈറ്റ് കളറായിട്ടാണ്, ലൈറ്റ് വയലറ്റ് കളറാണ് കാണിക്കുന്നത്. ഇത്തിരിയുടെ ഡാർക്കായിട്ടുള്ള കളറാണ്. അപ്പം നന്നായിട്ട് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണിത്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കാണുമ്പം തന്നെ അറിയാമല്ലോ, വീഡിയോയിൽ നിറയെ പൂക്കളാണ്. അപ്പോൾ പ്ലാന്റ് സൈസ് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് കാണിക്കാവുന്നതാണ്. അടുത്തത് ഈ കളറാണ്, ഒരു മജന്ത റോസ് കളറാണ്. ഇതും നന്നായി പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ്. അടുത്തത് വൈറ്റ് കളറാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല വലിയ ഫ്ലവറുമാണ്. നടുക്കൊരു ഇതുണ്ട്, യെല്ലോ കളറിൽ ഇങ്ങനെ ഒരു കൂമ്പി നിൽക്കുന്ന ഷേപ്പിലാണ് നിൽക്കുന്നത്. നല്ലൊരു വെറൈറ്റിയാണ് ഇതും. അപ്പം ഇതാണ് ആമ്പലിൻ്റെ പ്ലാന്റ് സൈസ്. ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് നേരത്തെ പറിച്ചു വെച്ചിരുന്നതാണ്. അതാണ് വാടിയിരിക്കുന്നത്. നല്ല വലിയ തൈകൾ തന്നെയാണ് തരുന്നത്. ഇതിൽ ഒരു മുട്ടും ഉണ്ടായിരുന്നു, അവിടെ ഞാൻ അത് എടുത്തപ്പം ഒടിഞ്ഞു പോയതാണ്. വലിയ ആമ്പൽ തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. വിലയെല്ലാം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നടുന്ന ഉടനെ തന്നെയൊക്കെ നിങ്ങൾക്ക് ഫ്ലവർ വരുന്നതാണ്. അത്രയും വലിയ തൈകളാണ് തരുന്നത്. ഇനിയും കുറച്ച് താമരയുടെ ട്യൂബേഴ്സാണ് കാണിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് താമര. ഇതിന് നല്ല റെഡ് കളർ പൂക്കളാണ് ഉണ്ടാകുന്നത്. അതാ ഇതുപോലെ നല്ല റെഡ് കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാകും, നിറയെ പൂക്കളുണ്ടാകും. ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഇതിൽ തന്നെ ഒരുപാട് മുട്ടുകളായി നിൽപ്പുണ്ട്. ആ ലോട്ടസിൻ്റെ പേരെനിക്ക് എത്ര കൃത്യമായിട്ട് അറിയത്തില്ല, അതാണ് ഞാൻ പറയാത്തത്. ഇതിന് ചന്ദ്രഭാഗ അല്ല, ഇത് കാവേരി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. കാവേരിയുടെ പൂവാണ് ഇത്. യെല്ലോ പിയോണിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്യൂബറുകളാണ് നമുക്ക് സെയിലിനുള്ളത്. ഞാൻ ട്യൂബറിൻ്റെ വലിപ്പം ഞാൻ കാണിക്കാം. പിന്നെയുള്ളത് ആമരി പിയോണിയാണ്. പെട്ടെന്ന് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ്. പിന്നെയുള്ളത് പിങ്ക് ക്ലൗഡ്. ഇതും ഒരുപാട് പൂക്കൾ പെട്ടെന്ന് തരുന്നൊരു വെറൈറ്റി താമരയാണ്. അപ്പോൾ ഇതാണ് ട്യൂബറിൻ്റെ സൈസ്. വലിയ ട്യൂബർ തന്നെയാണ്. 3-4 ഗ്രോ ടിപ്പൊക്കെ ഉണ്ട് ചിലതിലൊക്കെ. എന്നാത്തേലും 2 കുറയാതെ തന്നെ ഗ്രോ ടിപ്പ് ഉണ്ട് എല്ലാ ട്യൂബറയിലും. അപ്പം ഞാൻ ഇതിൻ്റെ സൈസൂടെ നിങ്ങളെ കാണിക്കാം. ടേപ്പ് വെച്ച് അളന്ന് കാണിക്കാം ഇതിൻ്റെ നീളവേ. അത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിലും ഒരുപാട് വലുപ്പമുണ്ട് ട്യൂബറിന്. ഇത് കണ്ടോ, ടേപ്പ് വെച്ച് അളക്കുമ്പം ഇതിന് ഒരു 14-15 ഇഞ്ചോളം നീളമുണ്ട് ട്യൂബർ. അപ്പോൾ എല്ലാ ട്യൂബറും തന്നെ ഏകദേശം ഇതിൻ്റെ അടുത്ത് തന്നെയൊക്കെ വലുപ്പം വരുന്ന ട്യൂബറുകളാണ്. ഇതുപോലെ എൻ്റെ കായുടെ മുട്ട് വരെ ഇതിന് നീളമുണ്ട്. വലിയ ട്യൂബറാണ്. ഇവിടെ ഒരു ഗ്രോ ടിപ്പുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ 2 എണ്ണമുണ്ട്. ഇതിൽ തന്നെ ഒരു 3-4 ഗ്രോ ടിപ്പുണ്ട്. അപ്പം തരുന്ന ട്യൂബറിലെല്ലാം 2-3 ഗ്രോ ടിപ്പ് ഉള്ളതാണ്. അടുത്തത് ഈ വാട്ടർ ലോക്കേഷ്യ പ്ലാന്റ് ആണ്. ഇതിലും കാണുന്നതിലും നല്ല ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ ലീഫിനുള്ളത്. നല്ല ഭംഗിയാണ് ഇതൊരു പോണ്ടിലൊക്കെ നിൽക്കുന്ന കാണാൻ. നമുക്ക് ചെറിയ ഹോളില്ലാത്ത ചെടിച്ചട്ടിയിലാണേലും ഇതിനെ വളർത്താം. ഇതാണ് അതിൻ്റെ തൈകൾ. നല്ല ഭംഗിയത് ഒരുപാട് നിൽക്കുന്ന കാണാനായിട്ട്. അടുത്തത് ഈ അസോള പോലത്തെ ഒരു വാട്ടർ പ്ലാന്റ് ആണ്. ഇത് അസോളയുടെ അതുപോലെ കിടക്കും, പക്ഷേ അസോളയുടെ ഷേപ്പെല്ലാം ഞാനത് എടുത്ത് കാണിക്കുക. കാരണം ഇതുപോലുണ്ടോ, ഇതുപോലെ പൂക്കൾ പോലെ, പച്ച ഇലയുള്ള പൂക്കൾ പോലെ ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ കിടക്കും. അസോളയെക്കാളും ഭംഗിയാണ് കാണാൻ. നമുക്ക് ചുമ്മാ ഒരു കോളത്തിൽ നമ്മുടെ വീട്ടിലുള്ള പോണ്ടിലൊക്കെ ഭംഗിക്കോ താമര ഇടുന്ന പോണ്ടിനകത്തൊക്കെ ഇടാനൊക്കെ നല്ല
ഭംഗിയാണ്. അസോള പോലെ തന്നെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്തങ്ങ് ആയിക്കോളൂ. ഇതുപോലെ നല്ല ഗ്രീനിഷ് കളറിലിരുന്നോളൂ. ഇതാണ് അസോളയെ. അങ്ങനെ രണ്ടും കൂടെയുള്ള വ്യത്യാസമാണ്. ഡക്ക് വീഡ് എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. അത് എന്തായാലും നല്ല ഭംഗിയാണ്. അടുത്ത അസോളയാണ്. ഇതും നമുക്ക് താമരയുടെ പൂട്ടിലോ അല്ലാതെ പോണ്ടിലൊക്കെ ഇടാനും നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വാട്ടർ പ്ലാന്റ്സുകൾ. അപ്പം താമരയുടെ ട്യൂബറും ആമ്പലും ഒന്നും വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകില്ല. അത്രയും വലിയ ട്യൂബറാണ്. ഇത്രയും വിലയ്ക്ക് ഒരിക്കലും ഈ ട്യൂബറൊന്നും കിട്ടുകയില്ല. അപ്പോൾ ഇതിലേതിലൊക്കെ പ്ലാന്റ്സ് വേണമെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. വേണ്ട പ്ലാന്റിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടോടെ എടുത്ത് അയക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.